ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC പ്ലേ സോൺ. PSC പഴയ ശൈലിയിൽ നിന്നും മാറി ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ചോദ്യപേപ്പർ നമുക്കൊന്ന് വിശകലനം ചെയ്താലോ? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപം, രണ്ടാമത് കുളച്ചൽ യുദ്ധം, മൂന്നാമത് ശ്രീരംഗപട്ടണം ഉടമ്പടി, അവസാനം കുണ്ടറ വിളംബരം. അടുത്തതായി ചേരുംപടി ചേർക്കുക. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധം, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാം ലോക മഹായുദ്ധം, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ, ഹിറ്റ്ലർ, തവിട്ടുകുപ്പായക്കാർ, ബെനിറ്റോ മുസോളിനി, കരിങ്കുപ്പായക്കാർ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യവും ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് മിറാദുൽ അക്ബർ, അത് രാജാറാം മോഹൻ റോയുടേതാണ്. കേസരി മറാത്ത, ബാലഗംഗാധര തിലകൻ. കോമൺവെൽത്ത്, മിസിസ് ആനി ബെസന്റ്. യങ് ഇന്ത്യ, മഹാത്മാഗാന്ധി. വീണ്ടും ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗിൻ്റേതാണ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഉത്തരം നിർമ്മല സീതാരാമൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പുഴയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏത്? ഉത്തരം മാംഗോ ഷവർ. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഉഷ്ണകാലത്ത് തെക്കുനിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്കു കിഴക്കൻ പീഠഭൂമി, പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം. ഇതിൽ തെറ്റായത് എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം എന്ന ഓപ്ഷനാണ്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്? ഉത്തരം ദേശീയപാത 3. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാര്? ഉത്തരം MT വാസുദേവൻ നായർ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ഉത്തരം 10ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം? ഉത്തരം സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? ഉത്തരം ദാദാഭായ് നവറോജി. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം? ഉത്തരം നീതി ആയോഗ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഉത്തരം തൃതീയ മേഖല. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഒരു ഖാരിഫ് വിളയാണ്. ഇതിൽ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അപ്പം ഓൾ ഓഫ് ദ എബോവ് ആണ് ഉത്തരം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് 1, 2, 3 ശരിയാണ്. എന്നാൽ അവസാനത്തേത് തെറ്റാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 86ാം ഭേദഗതി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തതെന്ത്? രാഷ്ട്രത്തലവൻ്റെ പേര്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം? ഉത്തരം ഓപ്ഷൻ സി 40. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം ലോർഡ് റിപ്പൺ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. 3ാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ഉത്തരം പാർലമെൻ്ററി കാര്യ സമിതി. തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.
മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ഉത്തരം സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരി. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി 1 and 2. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കൃഷിയും പോലീസും, ജയിലും, തദ്ദേശ ഗവൺമെൻറ്റും, വിദ്യാഭ്യാസവും വനവും. ഉത്തരം 1 and 2. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം, തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഇതെല്ലാം ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓൾ ഓഫ് ദ എബോവ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ്. ഇതിൽ അവസാനത്തെ തെറ്റാണ്. ആദ്യത്തെ 2 മാത്രമാണ് ശരി. ഉത്തരം ഓപ്ഷൻ എ, ഓൺലി 1 and 2. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഇതിൽ രണ്ടാമത്തേത് ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എറണാകുളമാണ് എന്നതൊഴിച്ച് മറ്റു 2ഉം ശരിയാണ്. ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഉത്തരം ഓൺലി 1 and 3. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാമദാറാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു. ഇതിൽ അവസാനത്തേത് തെറ്റാണ്. ആദ്യത്തെ 2ഉം മാത്രമാണ് ശരി. ഉത്തരം ഓപ്ഷൻ സി, ഓൺലി 1 and 2. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഉത്തരം ഹീമോഫീലിയ. ശരിയായ ജോഡി കണ്ടെത്തുക. ലെപ്റ്റോസ്പൈറ ക്ഷയം, HIV ഡിഫ്തീരിയ, മൈക്രോബാക്ടീരിയം എയ്ഡ്സ്, ഫൈലേറിയൻ വിര മന്ത്. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫൈലേറിയൻ വിര മന്ത്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം മേഘാലയ. അടുത്തത് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലേതാ ശരി തെറ്റ് എന്നുള്ളത് കണ്ടെത്താനാണ്. മനുഷ്യനിലെ ക്രോമോസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമോസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേത് ശരിയാണ്, രണ്ടാമത്തേത് തെറ്റാണ്. പറമ്പിക്കുളം വാർഷിക ജന്തുശാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഉത്തരം ചിത്രശലഭം. വീണ്ടും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങളും സ്രോതസ്സുകളും. സൂക്രോസ് കരിമ്പ്, വിറ്റാമിൻ എണ്ണക്കുരുക്കൾ, മാംസ്യം പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ കൊഴുപ്പ്. ഉത്തരം ഓപ്ഷൻ എ, 1 ശരി 3 ശരി. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, നീല. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം മിഥ്യാപ്രതിബിംബം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം നാസ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ഉത്തരം ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം വ്യാപ്തം വർദ്ധിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവമുള്ളതായി പരിഗണിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, pH 0 to 7. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പെഗ്ഗി വിറ്റ്സൺ. ഈ ചോദ്യപേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്